ആദ്യമായി പരാമർശിക്കപ്പെടുന്ന കവി ചെറുശ്ശേരിയാണ്. പ്രാചീന കവിത്രയത്തിൽ ഉൾപ്പെടുന്ന ചെറുശ്ശേരിയുടെ ജീവിതകാലം 1475 1575 ഇടയിലാണെന്ന് കരുതപ്പെടുന്നു. അതായത് കൊല്ലവർഷം 650 750 ഇടയിൽ ജീവിച്ച കവിയാണ് ചെറുശ്ശേരി എന്നാണ് കരുതപ്പെടുന്നത്. ഉത്തര കേരളത്തിൽ കാനത്തൂർ ഗ്രാമത്തിലെ ചെറുശ്ശേരി ഇല്ലത്ത് ജനിച്ചു എന്നാണ് വിശ്വാസം. ഉത്തര കേരളത്തിൽ കാനത്തൂർ ഗ്രാമത്തിലെ ചെറുശ്ശേരി ഇല്ലത്ത് ജനിച്ചു എന്നാണ് വിശ്വാസം. കോലത്തുനാട്ടിലെ ഉദയവർമ്മ രാജാവിൻ്റെ സദസ്യനായിരുന്നു. PSC സ്ഥിരമായി ചോദിക്കാറുള്ള ചോദ്യമാണ്, ഏത് രാജാവിൻ്റെ ആജ്ഞപ്രകാരമാണ് ചെറുശ്ശേരി കൃഷ്ണഗാഥ എഴുതിയത് എന്നുള്ളത്. ശ്രദ്ധിക്കുക, കോലത്തുനാട്ടിലെ ഉദയവർമ്മ രാജാവിൻ്റെ സദസ്യനായിരുന്ന ചെറുശ്ശേരി ഈ രാജാവിൻ്റെ ആജ്ഞപ്രകാരം എഴുതിയതാണ് കൃഷ്ണഗാഥ. കൃഷ്ണപ്പാട്ട് എന്നും ഈ കൃതിക്ക് പേരുണ്ട്. ശ്രദ്ധിക്കുക, കോലത്തുനാട്ടിലെ ഉദയവർമ്മ രാജാവിൻ്റെ നിർദ്ദേശപ്രകാരം എഴുതിയ കൃതിയാണ് കൃഷ്ണഗാഥ. ഏത് രാജാവിൻ്റെ ആജ്ഞപ്രകാരമാണ്? കോലത്തുനാട്ടിലെ ഉദയവർമ്മ രാജാവ്. അടുത്തത് അതിലെ പരാമർശിക്കപ്പെടുന്ന ചില വാക്കുകളും അതിൻ്റെ അർത്ഥങ്ങളുമാണ്. ആർത്തൻ എന്ന് പറഞ്ഞാൽ ദുഃഖിതൻ എന്നാണ്. ആർത്തൻ എന്നാൽ ദുഃഖിതൻ. ആഗമിക്കുക എന്ന് പറഞ്ഞാൽ വരിക എന്നാണ്. ആഗമിക്കുക എന്ന് പറഞ്ഞാൽ വരിക. കാകൻ, കാകൻ എന്നാൽ കാക്ക. പൈതൽ എന്നാൽ കുഞ്ഞ് എന്നാണ്. കുഞ്ഞ് എന്നാണ് പൈതൽ എന്നാൽ. തിങ്കൾ, തിങ്കൾ എന്നാൽ ചന്ദ്രൻ. തിങ്കൾ എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ എന്നാണ് അർത്ഥം. അഞ്ചിതം എന്ന് പറഞ്ഞാലോ മനോഹരം എന്നാണ്. അഞ്ചിതം എന്ന് പറഞ്ഞാൽ മനോഹരം എന്നാണ്. തൂമ എന്നാൽ ഭംഗി അല്ലെങ്കിൽ വെണ്മ എന്നാണ്. തൂമ എന്നാൽ ഭംഗി അല്ലെങ്കിൽ വെണ്മ എന്നാണ്. ആനനം എന്ന് പറഞ്ഞാൽ മുഖം എന്നാണ്. ഷഡാനനം കേട്ടിട്ടില്ലേ? അതുപോലെ ആനനം എന്ന് പറഞ്ഞാൽ മുഖം എന്നാണ്. ഏറ്റം എന്ന് പറഞ്ഞാൽ അധികം എന്നാണ്. നമ്മൾ സാധാരണ ഉപയോഗിക്കാറുള്ള വാക്കാണ് ഏറ്റവും അധികം. അത് വളരെ തെറ്റായിട്ടുള്ള പ്രയോഗമാണ്. ഏറ്റം എന്ന് പറഞ്ഞാലും അധികം എന്ന് തന്നെയാണ്. അപ്പോൾ ഏറ്റവും അധികം എന്നുള്ള പദപ്രയോഗം തെറ്റാണ്. ഏറ്റം എന്ന് പറഞ്ഞാൽ അധികം എന്ന് തന്നെയാണ്. ഏറ്റവും അധികം എന്ന പദപ്രയോഗം തെറ്റാണ്. കേഴുക എന്ന് പറഞ്ഞാൽ കരയുക. കേഴുക എന്നാൽ കരയുക. കൈതവം എന്ന് പറഞ്ഞാലോ കള്ളം എന്നാണ്. കൈതവം എന്ന് പറഞ്ഞാൽ കള്ളം എന്നാണ്. ചൊല്ലുക എന്ന് പറഞ്ഞാൽ പറയുക അല്ലെങ്കിൽ മൊഴിയുക. ചൊല്ലുക എന്നാൽ പറയുക അല്ലെങ്കിൽ മൊഴിയുക. പയ്യവേ എന്നാൽ മെല്ലെ എന്നാണ്. പയ്യെ അല്ലെങ്കിൽ പയ്യവേ എന്ന് പറഞ്ഞാൽ മെല്ലെ എന്നാണ്. പാലിക്കുക എന്നാലോ രക്ഷിക്കുക. പാലിക്കുക എന്നാൽ രക്ഷിക്കുക. അനുബന്ധം എന്ന വാക്ക്, അനുബന്ധം എന്ന് പറഞ്ഞാൽ കൂട്ടിച്ചേർത്തത് എന്നാണ് അർത്ഥം. അനുബന്ധം എന്ന് പറഞ്ഞാൽ കൂട്ടിച്ചേർത്തത് എന്നാണ്. തെറ്റാലി എന്ന് പറഞ്ഞാൽ കവണ എന്നാണ്. തെറ്റാലി എന്ന് പറഞ്ഞാൽ എന്താണ്? കവണ. പീഡ എന്നാൽ ഉപദ്രവം എന്നാണ്. പീഡ എന്ന് എഴുതുമ്പോൾ ശ്രദ്ധിക്കുക, സാധാരണ ഡായാണ് എഴുതുന്നത്. സാധാരണ ഡ, അതിന് അലങ്കാരങ്ങളൊന്നും വേണ്ട. സാധാരണയാണ്. എങ്ങനെയാണോ പീഡ എന്ന് എഴുതുക. ഡ എന്ന് പറയുന്നത്, പീഡ എന്ന് പറയുന്നത് സിമ്പിൾ ഡായാണ്. സാ തിരിച്ചിട്ട ഡ. അതിന് തലപ്പിൽ ഒരു അലങ്കാരത്തിനൊന്നും ആവശ്യമില്ല. പീഡ എന്നാൽ ഉപദ്രവം എന്നുള്ളതാണ്. പൊഴിയുക എന്നാൽ അടർന്നു വീഴുക. പൊഴിയുക എന്ന് പറഞ്ഞാൽ അടർന്നു വീഴുക. ലാക്ക് എന്ന് പറഞ്ഞാൽ ലക്ഷ്യം. ലാക്ക് എന്നാൽ ലക്ഷ്യം. വൃദ്ധി എന്ന് പറഞ്ഞാൽ വളർച്ച എന്നാണ്. വൃദ്ധി എന്ന് പറഞ്ഞാൽ വളർച്ച എന്നാണ്. വ്യാഹതി എന്ന് പറഞ്ഞാൽ നിഷേധം അല്ലെങ്കിൽ തടസ്സം എന്നാണ്. വ്യാഹതി എന്ന് പറഞ്ഞാൽ നിഷേധം അല്ലെങ്കിൽ തടസ്സം എന്നാണ്. വൃദ്ധി എന്ന് പറഞ്ഞാൽ വളർച്ച എന്നാണ്. ശോഭ എന്ന് പറഞ്ഞാൽ ഭംഗി എന്നാണ്. ശോഭ എന്ന് പറഞ്ഞാൽ ഭംഗി എന്നാണ്. ജഗത്, ജഗത് എന്ന് പറഞ്ഞാൽ ലോകം. ജഗത് എന്ന് പറഞ്ഞാൽ എന്താണ്? ലോകം. ക്ഷുഭിതൻ എന്ന് പറഞ്ഞാൽ ക്ഷോഭിച്ചവൻ അല്ലെങ്കിൽ കോപിച്ചവൻ എന്നാണ്. ക്ഷുഭിതൻ എന്ന് പറഞ്ഞാൽ ക്ഷോഭിച്ചവൻ അല്ലെങ്കിൽ കോപിച്ചവൻ. മൃദുലം എന്ന് പറഞ്ഞാൽ മാർദ്ദവമുള്ളത്. മൃദുലം എന്ന് പറഞ്ഞാൽ മാർദ്ദവമുള്ളത്. വസന്തം എന്നാൽ പൂക്കാലമാണ്. നമുക്കറിയാം ഋതുക്കളിൽ ഒന്നാണ് വസന്തം. അതെന്താണ്? പൂക്കാലം എന്നുള്ളതാണ്. കുരുണിപ്പ് എന്ന് പറഞ്ഞാൽ മുരടിപ്പ് എന്നാണ്. കുരുണിപ്പ് എന്നാൽ മുരടിപ്പ് എന്നാണ് അർത്ഥം വരുന്നത്. കനിവ് എന്ന് പറഞ്ഞാൽ ദയ എന്നാണ്. കനിവ് എന്ന് പറഞ്ഞാൽ ദയ. കനിവ് കാട്ടുക എന്ന് പറഞ്ഞാൽ എന്താണ്? ദയ കാട്ടുക. കിനാവ്, കിനാവ് പറഞ്ഞാൽ നമുക്കറിയാം സ്വപ്നം.
കുതിരുക എന്ന് പറഞ്ഞാൽ എന്താണ്? നനഞ്ഞു വിയർക്കുക. നനഞ്ഞു വിയർക്കുന്നതിനെയാണ് കുതിരുക എന്ന് പറയുന്നത്. തോഴൻ എന്ന് പറഞ്ഞാൽ കൂട്ടുകാരൻ. തോഴൻ എന്നാൽ കൂട്ടുകാരൻ. തോഴി എന്നാൽ കൂട്ടുകാരി. നിറമൂലം എന്ന് പറഞ്ഞാലോ? നിറമുള്ള. നിറമൂലം എന്ന് പറഞ്ഞാൽ നിറമുള്ള എന്നാണ് അർത്ഥം. നീര് എന്ന് പറഞ്ഞാൽ വെള്ളം. ഇനി വിപരീത പദങ്ങളാണ്. സാധാരണം. സാധാരണം എന്ന വാക്കിന് വിപരീത പദമാണ് അസാധാരണം. സാധാരണം എന്ന വാക്കിന്റെ വിപരീത പദമാണ് അസാധാരണം. അടുത്താണ് നീതി. നീതി എന്ന വാക്കിന്റെ വിപരീത പദമാണ് അനീതി. നീതി എന്ന വാക്കിന് വിപരീത പദമാണ് അനീതി. ധർമ്മം എന്ന് പറഞ്ഞാൽ അധർമ്മം. ധർമ്മം എന്ന വാക്കിന്റെ വിപരീത പദമാണ് ഏത്? അധർമ്മം. സത്യം എന്ന വാക്കിന് വിപരീത പദം അസത്യം എന്നുള്ളതാണ്. ജയം എന്ന വാക്കിന് അജയം എന്നാണ് വിപരീത പദം. ശ്രദ്ധിക്കതെല്ലാം ആ എന്ന് ചേർക്കുമ്പോഴാണ് വിപരീത പദങ്ങളായി മാറുന്നത്. സാധാരണം അസാധാരണം, നീതി അനീതി, ധർമ്മം അധർമ്മം, സത്യം അസത്യം, ജയം അജയം. അടുത്തത് മുകിൽ എന്ന വാക്കിന്റെ അർത്ഥമാണ്. മുകിൽ എന്ന് പറഞ്ഞാൽ മേഘം എന്നാണ്. കരിമുകിൽ എന്ന് പറഞ്ഞാലോ? കറുത്ത മേഘം. വിണ്ണ് എന്ന് പറഞ്ഞാൽ ആകാശം എന്നാണ്. വിരുത്തി എന്ന് പറഞ്ഞാൽ വിടർത്തി. വിരുത്തി എന്നാൽ വിടർത്തി. വെടിപ്പാക്കുക എന്നാൽ വൃത്തിയാക്കുക എന്നാണ്. വെടിപ്പാക്കുക എന്ന് പറഞ്ഞാൽ വൃത്തിയാക്കുക എന്നാണ്. സംസ്കൃതി എന്ന് പറഞ്ഞാൽ സംസ്കാരം എന്നാണ്. സംസ്കൃതി എന്ന് പറഞ്ഞാൽ എന്താണ്? സംസ്കാരം. സാർവത്രികം എന്ന് പറഞ്ഞാൽ സർവ്വസാധാരണമായ. സാർവത്രികം എന്നാൽ സർവ്വസാധാരണമായ. സങ്കേതം, ഒളിസങ്കേതം എന്നെല്ലാം കേട്ടിട്ടില്ലേ? സങ്കേതം എന്ന് പറഞ്ഞാൽ എന്താണ്? രക്ഷാസ്ഥലം. സങ്കേതം എന്നാൽ രക്ഷാസ്ഥലം. സജീവം എന്ന് പറഞ്ഞാൽ ഓജസ്സുള്ള. സജീവം എന്ന് പറഞ്ഞാൽ ഓജസ്സുള്ള. ശേഷിപ്പ് എന്നാൽ ശിഷ്ടം അല്ലെങ്കിൽ ബാക്കി എന്നെല്ലാം പറയും. മൃഷ്ടാന്നം. മൃഷ്ടാന്നം വയറു നിറയെയുള്ള ഭക്ഷണം. മൃഷ്ടാന്നം എന്ന് പറഞ്ഞാൽ വയറു നിറയെയുള്ള ഭക്ഷണം. ഭദ്രം എന്നാൽ സുരക്ഷിതം അല്ലെങ്കിൽ കരുതൽ എന്നാണ്. ഭദ്രം എന്നാൽ സുരക്ഷിതം അല്ലെങ്കിൽ കരുതൽ എന്നാണ്. പ്രതീകം എന്നാൽ സൂചകം എന്നാണ്. പ്രതീകം എന്നാൽ സൂചകം എന്നാണ്. പൂർവികർ. പൂർവികർ ആരാണ്? പണ്ടുള്ളവർ. പൂർവികർ എന്നാൽ പണ്ടുള്ളവർ. നാമാവശേഷമാവുക, ഇല്ലാതാവുക. നാമാവശേഷമാവുക, ഇല്ലാതാവുക. നമ്മൾ പറയില്ലേ പേരിന് പോലും ഒന്നില്ല എന്ന് പറയാറില്ലേ? അതാണ് നാമാവശേഷമാവുക, ഇല്ലാതാവുക. ഗതകാലം, കഴിഞ്ഞ കാലം. ഗതകാലം, കഴിഞ്ഞ കാലം. ആവശ്യകത, വേണമെന്ന സ്ഥിതി. എന്തെങ്കിലും വേണം എന്നുള്ള സ്ഥിതിയാണ് ആവശ്യകത എന്ന് പറയുന്നത്. ചാതുര്യം എന്നാൽ സാമർത്ഥ്യം എന്നാണ്. ചാതുര്യം എന്നാൽ സാമർത്ഥ്യം എന്നാണ്. ദൃഷ്ടാന്തം എന്നാലോ? ഉദാഹരണം എന്നാണ്. ദൃഷ്ടാന്തം എന്നാൽ ഉദാഹരണം എന്നാണ്. ശൂന്യം എന്നാൽ ഒഴിഞ്ഞ സ്ഥലം, അല്ലെങ്കിൽ ഏതെങ്കിലും ഇല്ലായ്മയും എന്ന് പറയാം, ശൂന്യം എന്ന് പറയാം. അടുത്താണ് സാഗരം. നമുക്കറിയാം സാഗരം എന്ന് പറഞ്ഞാൽ സമുദ്രമാണ്, കടലാണ് അല്ലെ? സാഗരം എന്നാൽ സമുദ്രം എന്നാണ്. ശ്യാമളം എന്നാൽ കറുത്ത എന്നാണ്. ശ്യാമള എന്നാൽ കറുത്ത എന്നാണ്. ശ്യാമള എന്ന് പറഞ്ഞാൽ എന്താണ്? കറുത്ത എന്നാണ്. ശീതളം എന്ന് പറഞ്ഞാൽ തണുത്ത. ശ്രദ്ധിക്കുക, ശ്യാമളം എന്ന് പറഞ്ഞാൽ കറുത്ത, ശീതളം എന്ന് പറഞ്ഞാൽ തണുത്ത. വിസ്മരിക്കുക എന്നാൽ മറക്കുക എന്നാണ്. വിസ്മരിക്കുക എന്നാൽ മറക്കുക എന്നാണ്. വല്ലി എന്നാൽ വള്ളി എന്നാണ്. വല്ലി എന്നാൽ എന്താണ്? വള്ളി. മോദം എന്നാൽ സന്തോഷം എന്നാണ്. ആമോദം, സന്തോഷത്തോടു കൂടി എന്ന് പറയാറില്ലേ? മോദം എന്നാൽ സന്തോഷം. മന്ദഹസിക്കുക, പുഞ്ചിരിക്കുക. മന്ദഹസിക്കുക എന്താണ്? പുഞ്ചിരിക്കുക. മനം, മനസ്സ്. പുലരി, പ്രഭാതം. പുളകം എന്നാൽ രോമാഞ്ചം, പുളകം കൊള്ളുക, രോമാഞ്ചം കൊള്ളുക. പുൽകുക എന്നാൽ ആലിംഗനം ചെയ്യുക. പുൽകുക എന്നാൽ ആലിംഗനം ചെയ്യുക, കെട്ടിപ്പിടിക്കുക എന്നെല്ലാം പറയും. നാമ്പ് എന്നാൽ തളിർ അല്ലെങ്കിൽ കൂമ്പ് എന്നും പറയാറുണ്ട്. നാമ്പ് എന്നാൽ തളിർ എന്നാണ്. ഇനി സമാനാർത്ഥമുള്ള ചില പദങ്ങളാണ്. മുഖം, നമ്മൾ നേരത്തെ പറഞ്ഞു മുഖം അല്ലെ? ആനനം, വദനം, ആസ്യം. ആനനം, വദനം, ആസ്യം എന്താണ്? മുഖം എന്നാണ്. ഇനി നിലാവിന് എന്ത് പറയാം? ചന്ദ്രിക, കൗമുദി, ജ്യോത്സ്ന. നമുക്കറിയാം ജ്യോത്സ്നയുടെ വളരെ പ്രശസ്തമായിട്ടുള്ള പാട്ടാണ് നിലാവിനെ കുറിച്ച് അല്ലേ? അപ്പോൾ ജ്യോത്സ്നയാണ് നിലാവിനെ കുറിച്ച് പാടിയതെന്ന് ആലോചിച്ചാൽ, ജ്യോത്സ്ന കൗമുദി പത്രമാണ് വായിക്കാറുള്ളത്.
അടുത്തത് സമാനാർത്ഥമുള്ള പദങ്ങൾ കണ്ടെത്താം എന്നുള്ളതാണ്. സമാനാർത്ഥമുള്ള പദങ്ങൾ കണ്ടെത്താം എന്നുള്ളതാണ്. ഏതൊക്കെയാണ് സമാനാർത്ഥമുള്ള പദങ്ങൾ എന്ന് നോക്കാം. മുഖം, നേരത്തെ പറഞ്ഞു മുഖം എന്നാൽ ആനനം എന്നാണെന്ന് അല്ലേ. ഇനി അതുപോലെ സമാനാർത്ഥമുള്ള മറ്റു പദങ്ങൾ നോക്കാം. മുഖം എന്ന് പറഞ്ഞാൽ ആനനം, വദനം, ആസ്യം. മുഖം എന്ന് പറഞ്ഞാൽ ആനനം, വദനം, ആസ്യം. അടുത്താണ് നിലാവ്. സ്ഥിരം ചോദിക്കാറുള്ള വാക്കാണ് ഇത്, നിലാവ്. നമ്മൾ അന്ന് കോഡ് പറഞ്ഞിരുന്നു, ഓർത്തു വയ്ക്കാനുള്ള ഒരു ടിപ്പ് പറഞ്ഞിരുന്നു. നിലാവിനെ കുറിച്ച് പാടിയത് ജ്യോത്സനയാണ്. ജ്യോത്സന വായിക്കാറുള്ള പത്രം കൗമുദിയാണ്. ഉപയോഗിക്കാറുള്ള സോപ്പ് ചന്ദ്രികയാണ്. അപ്പോൾ നിലാവ്, നിലാവിനെ കുറിച്ച് പാടിയത് ആരാണ്? ജ്യോത്സന. വായിക്കാറുള്ള പത്രം കൗമുദി. ഉപയോഗിക്കുന്ന സോപ്പ് ചന്ദ്രിക. അടുത്താണ് പുഞ്ചിരി. പുഞ്ചിരി എന്നാൽ സ്മിതം, സ്മേരം, മന്ദഹാസം എന്നാണ്. പുഞ്ചിരിക്കുക, മന്ദഹസിക്കുക നേരത്തെ പറഞ്ഞിരുന്നു അല്ലേ. പുഞ്ചിരി എന്നാൽ സ്മിതം, സ്മേരം, മന്ദഹാസം എന്നാണ്. അടുത്തത് കൈ. കൈ എന്ന് പറഞ്ഞാൽ എന്താണ്? പാണി, കരം, ബാഹു. കൈ എന്ന് പറഞ്ഞാൽ പാണി, കരം, ബാഹു. അടുത്ത വാക്കാണ് അമ്മ. അമ്മ എന്ന് പറഞ്ഞാൽ അറിയാം, മാതാവ്, ജനനി, തായ. അമ്മ എന്ന് പറഞ്ഞാൽ മാതാവ്, ജനനി, തായ. അടുത്തത് പാൽ. പാൽ എന്ന വാക്കിനർത്ഥം അല്ലെങ്കിൽ അതിനുമായി ബന്ധപ്പെട്ട സമാന പദങ്ങൾ നോക്കാം. ക്ഷീരം, പയസ്, ദുഗ്ധം. ക്ഷീരം, പയസ്, ദുഗ്ധം എന്താണ്? പാൽ എന്നാണ്. ഇനി കേഴും പോലെ എന്ന വാക്ക്, അതിന് പകരമായിട്ട് ഉപയോഗിക്കുന്നത് എന്താണ്? കരയും പോലെ. മാറ്റി എഴുതാനുള്ളതാണ്. കേഴും പോലെ എന്ന് പറഞ്ഞാൽ കരയും പോലെ. ആഗമിപ്പോളവും എന്ന് പറഞ്ഞാൽ എന്താണ്? ആഗമിക്കുന്നതുവരെ. ആഗമിപ്പോളവും എന്നാൽ ആഗമിക്കുന്നതുവരെ. ഏതുമേ താരാതെ. ഏതുമേ താരാതെ പറഞ്ഞാൽ ഒന്നും തരാതെ. ഏതുമേ താരാതെ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നും തരാതെ. കേഴും പോലെ നമ്മൾ പറഞ്ഞു എന്താണ്? കരയും പോലെ. ഇനി സ്ഥിരമായിട്ട് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കാറുള്ളൊരു ചോദ്യമാണ്, സ്നേഹത്തിൽ നിന്ന് ഉദിക്കുന്നു ലോകവും എന്ന് തുടങ്ങിയ ഈ കവിത എഴുതിയത് ആരാണ്? മഹാകവി കുമാരനാശാനാണ്. ചണ്ടാലി ഭിക്ഷുകിലുള്ള വരിയാണിത്. സ്നേഹത്തിൽ നിന്ന് ഉദിക്കുന്നു ലോകം എന്ന് തുടങ്ങുന്ന ഈ വരി എഴുതിയത് മഹാകവി കുമാരനാശാന്. അതുപോലെ തന്നെ സ്നേഹം താൻ ശക്തി എന്ന കഥ എഴുതിയത് ആരാണെന്ന് ചോദിച്ചാലോ? നിത്യചൈതന്യയതി. സ്നേഹം താൻ ശക്തി എന്ന കഥ എഴുതിയത് നിത്യചൈതന്യയതി. സ്നേഹത്തിൽ നിന്ന് ഉദിക്കുന്നു ലോകം എന്ന് തുടങ്ങുന്ന കവിത എഴുതിയത് മഹാകവി കുമാരനാശാൻ. ഇനിയൊരു അർത്ഥസൂചികയാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, ഉര ചെയ്യുക എന്നാൽ പറയുക, ചൊല്ലുക, മൊഴിയുക. ഉര ചെയ്യുക എന്താണ്? പറയുക, ചൊല്ലുക, മൊഴിയുക. അടുത്ത് പാനകം. പാനകം എന്ന് പറഞ്ഞാൽ ഈ ശർക്കരയും ഏലക്കയും കൂടെ ചേർത്തുണ്ടാക്കുന്ന ഒരു പാനീയമാണ് പാനകം എന്ന് പറയുന്നത്. അത് മതിതക്കറി. മതിതക്കറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളം ചേർക്കാതെ മോര് കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു കറിയാണ് മതിതക്കറി. വെള്ളം ചേർക്കാതെ മോരിൽ മാത്രം ഉണ്ടാക്കുന്ന ഒരു കറിയാണ് ഇത് മതിതക്കറി. അടുത്തത് ഗുരുത്വം എന്നാൽ നമ്മൾ പഠിച്ചു ഗുരുത്വം, ലഘുത്വം അല്ലെ. ഗുരുത്വം എന്ന് പറഞ്ഞാൽ എന്താണ്? കാഠിന്യം. ഗുരുത്വം എന്ന് പറഞ്ഞാൽ എന്താണ്? കാഠിന്യം. മരിക എന്ന് പറഞ്ഞാൽ മരം കൊണ്ടുള്ള വലിയൊരു കോരികയാണ് എന്ത് പറയുക? മരിക എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ കയ്യിൽ എന്നൊക്കെ പറയാറില്ലേ, അതിന്റെ മരം കൊണ്ടുള്ള കയ്യിലിനെയാണ് എന്ത് പറയുക? മരിക എന്ന് പറയുന്നത്. അടുത്തത് മേത്തരം. മേത്തരം എന്ന് പറഞ്ഞാൽ ഉയർന്ന എന്നാണ്. മേത്തരം എന്നാൽ എന്താണ്? ഉയർന്ന. അടുത്തത് ലഘുത്വം. ലഘുത്വം എന്ന് പറഞ്ഞാൽ എന്താണ്? കനക്കുറവ്. ലഘുത്വം എന്ന് പറഞ്ഞാൽ എന്താണ്? കനം കുറഞ്ഞ. ഗുരുത്വം എന്ന് പറഞ്ഞാൽ എന്താണ്? കനം കൂടിയ, കാഠിന്യമുള്ള. ലഘുത്വം, ഗുരുത്വം. ഗുരുത്വം, കാഠിന്യം. ലഘുത്വം, കാഠിന്യമില്ലായ്മ, കനക്കുറവ്. അടുത്തതാണ് ചേർത്തെഴുത്ത് അല്ലെങ്കിൽ പിരിച്ചെഴുത്തിൽ വരുന്നത്. മുത്തണിഞ്ഞു. എങ്ങനെ എഴുതാ? മുത്ത് അധികം അണിഞ്ഞു അല്ലെ. മുത്തണിഞ്ഞു. മുത്ത് പ്ലസ് അണിഞ്ഞു. ശ്രദ്ധിക്കുക. ഇനി അടുത്തത് നാമ്പ് ഉണരുന്നത്. നാമ്പ് പ്ലസ് ഉണരുന്നത്. നാമ്പ് പ്ലസ് ഉണരുന്നത് എന്തായി മാറും? നാമ്പ് ഉണരുന്നത് എന്നായി മാറും. അടുത്തത് ആർത്തിരമ്പുക. ആർത്തിരമ്പുക എന്ന് പറഞ്ഞാൽ ആർത്ത് അധികം ഇരമ്പുക. ആർത്ത് പ്ലസ് ഇരമ്പുക എന്താണ്? ആർത്തിരമ്പുക. കുരുന്നില എങ്ങനെ എഴുതുക? കുരുന്ന് പ്ലസ് ഇല. എങ്ങനെ എഴുതുക? കുരുന്ന് പ്ലസ് ഇല എന്താണ്? കുരുന്നില. അടുത്തത് എത്തിപ്പോയി. എങ്ങനെ എഴുതാ? എത്തി അധികം പോയി. ഈ എപ്പോഴും രണ്ടക്ഷരം വരുന്ന സമയത്ത് പ്ലസ് സിമ്പിളിന്റെ തൊട്ട് അപ്പുറത്ത് വരുന്നത് ഒറ്റ അക്ഷരം മാത്രമായിരിക്കും.
ചേർത്തെഴുത്ത് അല്ലെങ്കിൽ പിരിച്ചെഴുത്തിൽ നമ്മൾ രണ്ടക്ഷരം കൂട്ടക്ഷരമാണെന്നുണ്ടെങ്കിൽ അധികം സിമ്പലിന് ശേഷം വലതുവശത്ത് വരുന്ന അക്ഷരം ഒന്നേ ഉണ്ടാവൂ എന്ന് പ്രത്യേകം ഓർത്ത് വയ്ക്കുക. എത്തിപ്പോയി. അപ്പോൾ ഇതിൽ 2 പായുണ്ട്. ആ പ്ലസ് സിമ്പൽ കഴിഞ്ഞിട്ട് വലതുവശത്തേക്ക് നോക്കുക, ഒരു പായേ അവിടെ എഴുതുന്നുള്ളൂ അല്ലേ. പോയി എന്നുള്ളത് ഒരു പാ മാത്രമേ എഴുതുന്നുള്ളൂ. അടുത്ത് ചാടി കയറി, അതും പ്ലസ് സിമ്പൽ കഴിഞ്ഞിട്ട് വലതു ഭാഗത്ത് ക എന്നത് ഒരു ക മാത്രം എഴുതുന്നത്, കൂട്ടക്ഷരമായിട്ട് എഴുതാറില്ല, ഒറ്റ അക്ഷരം മാത്രമേ എഴുതുന്നുള്ളൂ. തുള്ളിച്ചാടി നോക്കുമ്പോൾ തുള്ളി പ്ലസ് ചാടി, അതും ഒരു ച മാത്രമാണ് എഴുതുന്നത്. ശ്രദ്ധിക്കുക, ഇങ്ങനെ 2 അക്ഷരം വരുന്ന സമയത്ത് പ്രത്യേകം ഓർക്കേണ്ടത് പ്ലസ് സിമ്പൽ കഴിഞ്ഞിട്ട് വരുന്നത് ഒറ്റ അക്ഷരമായിരിക്കും എന്നുള്ളതാണ്. പ്ലസ് സിമ്പൽ കഴിഞ്ഞിട്ട് വരുന്നത് എന്തായിരിക്കും? ഒറ്റ അക്ഷരം മാത്രമായിരിക്കും. ഇനി നോക്കി കണ്ടു, നോക്കി പ്ലസ് കണ്ടു, നോക്കി പ്ലസ് കണ്ടു, അതിൽ ഒരു കായൽ എഴുതുന്നുള്ളൂ. ചീറിപ്പാഞ്ഞു, ചീറി പ്ലസ് പാഞ്ഞു, ചീറി പ്ലസ് പാഞ്ഞു.